ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു പ്രശംസയായി പോകും. ഇത്രയും കാലപ്പഴക്കം ചെന്ന ഐറ്റം കൊണ്ട് 2025 മലയാളി ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് വരാൻ കാണിച്ച ധൈര്യത്തിന് പ്രത്യേക ജൂറി പരാമർശം എന്തായാലും കൊടുക്കണം. ഞാനിതിൽ നായകനും നായികയും കണ്ടുമുട്ടുന്ന സീന് നിങ്ങളോട് പറയാം. CI ആയിട്ടുള്ള നായകൻ ലഹരി കേസിലെ പ്രതികളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ മെഡിക്കൽ എടുക്കാൻ വരുന്നു. നായിക ജാട ഇട്ടുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകണം, ഗുണ്ടകളെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായിട്ടും ഗുണ്ടകൾ നായികയെ കയ്യേറ്റം ചെയ്യുന്നു. നായകൻ ഓടി വന്ന് ഗുണ്ടകളിൽ നിന്നും നായികയെ രക്ഷിക്കുന്ന മൊമെന്റിൽ തന്നെ അൾട്രാ സ്ലോ മോഷനിൽ നായികയ്ക്ക് നായകനോട് പ്രേമം വരുന്നു. അന്ന് രാത്രി തന്നെ രണ്ടുപേരും തമ്മിൽ എല്ലാം സെറ്റായിട്ട് ഒരു പാട്ട് സീനിലേക്ക് പോവുകയാണ്. ആ പാട്ട് സീൻ പക്ഷേ സംഭവിക്കുന്നത് 70-ലോ 80-ലോ മറ്റോ ആണ്. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ മൈ ഡിയർ മച്ചാൻസിന് വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ച പാട്ടാണ് ഈ പടത്തിൻ്റെ അകത്തേക്ക് ആ പോയിന്റിൽ അവർ കുത്തിക്കയറ്റിയത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഗുണ്ടകളെ കണ്ടിട്ട് ഐസായി പോയ നായിക പക്ഷെ പടം കഴിയുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് 4-5 ഗുണ്ടകളെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ സീനും എടുത്ത് ഇങ്ങനെ ഓരോ പാരഗ്രാഫ് എഴുതാനുള്ള സാധനമുണ്ട്. ഈ പടം ഉടനെ OTT റിലീസ് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ മാധവ് സുരേഷിന് കുറച്ച് കാലത്തേക്ക് റെസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലും നായകൻ അനാഥനാണ്, അതും ഡബിൾ റോളിൽ.